വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 15-ന് ശേഷം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 3 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ 3 ലക്ഷണവും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വെച്ചിട്ട്, അതിനിപ്പം നമുക്ക് സമ്മറാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ചൂടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളിൽ പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുണ്ടാകുന്ന 3 ലക്ഷണങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പല ആളുകളും നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് സോക്കോൾഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണവും അവർക്ക് ഉണ്ടാകുന്നില്ല, പ്രഗ്നൻസി തന്നെയാണോ ചേച്ചി എന്ന് ഡൗട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കൊണ്ട് പലർക്കും നമ്മുടെ അമ്മമാർക്ക് ഉണ്ടായതുപോലുള്ള അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കണ്ടുവന്നത് പോലുള്ള ഒരു സോക്കോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇന്ന് ഉണ്ടാകുന്നില്ല. പലർക്കും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇൻഫോർമേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പല ചേഞ്ചസും ഏർലി പ്രഗ്നൻസിയിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കേൾക്കുക. ആ ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ബോഡി നന്നായിട്ട് കെയർ ചെയ്യുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഒപ്പം PCODയും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും ഒക്കെ ഉള്ള ഒരാൾക്ക് പ്രഗ്നൻസിയുടെ പോലുള്ള ലക്ഷണങ്ങൾ ഓരോ മാസവും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു മാസം പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടുണ്ടായാലും ചിലപ്പോൾ അടുത്ത മാസം പ്രഗ്നൻസിയുടേതായിട്ടും ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാം. അതിനുള്ളൊരു അവയർനെസ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന പ്രഗ്നൻസി ലക്ഷണത്തിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കൈകളിലും കാലുകളിലും വേദന അനുഭവപ്പെടുക. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ശരീരത്തിൽ പുറപ്പെടുവിപ്പിക്കുന്നത് നമ്മുടെ ലോവർ അബ്ഡോമൻ പോർഷൻ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏത് സീസണിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ലോവർ അബ്ഡോമൻ പോർഷനിൽ കാലിന്റെ ഭാഗത്ത്, ഉപ്പൂറ്റിയുടെ ഭാഗത്ത്, അതുപോലെ നമ്മുടെ കാലിന്റെ വിരലുകളുടെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് നല്ല കൂടുതലാണ്. ഇനി പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ കൈയുടെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും ഒക്കെ വേദന സമ്മർ സീസണിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. സമ്മർ സീസണിൽ കൂടുതൽ സമ്മർ വേവ്സ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ചൂടിന്റെ എക്സ്പോഷർ നമുക്ക് കൂടുതലായിട്ട് ശരീരത്തിലോട്ട് വരുമ്പോഴേക്കും അതിന്റെ മാറ്റമായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കൈകാലുകളിലെ വേദന തുടർച്ചയായിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള വെള്ളമില്ലാത്ത സിറ്റുവേഷനിലൊക്കെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടി വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. സമ്മർ സീസണിൽ നമ്മൾ ധാരാളം വേർക്കാറുണ്ട്. ഈ വേർക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഇങ്ങോട്ട് ശരീരത്തിൽ നിന്ന് നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഉള്ളിലോട്ട് എത്തിയിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള വേദനകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. സമ്മർ സീസണിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഒപ്പം നമ്മളിപ്പോൾ വെയിലത്ത് പുറത്ത് പോയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ തുടർച്ചയായിട്ട് ഉണ്ടാകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവതും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണം. ഇത് നമുക്ക് ഓൾറെഡി തന്നെ ഒരു വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റിലാക്സിൻ ഹോർമോൺ കൂടുമ്പോഴും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോഴും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഡെലിവറി വരെയൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു ലക്ഷണം നമുക്ക് കാണപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് വ്യത്യാസം വരും. ഇനിയിപ്പോൾ ഈ ഒരു സമ്മർ സീസൺ മാറിക്കഴിഞ്ഞ് നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അടുത്ത നമുക്ക് റെയിനി സീസൺ വരുമല്ലോ, നമുക്ക് മൺസൂൺ സീസൺ ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേദനകൾ നന്നായിട്ട് കൂടാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈലിൽ നമ്മൾ ചവിട്ടി നിൽക്കുമ്പോഴേക്കും അവിടെ നല്ല തണുപ്പുണ്ടാകും. അതും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കാലിലും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് അടുത്തൊരു സമയങ്ങളിൽ ഇപ്പം മെയ് പകുതിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് മഴ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ രാത്രി സോക്സ് ഇട്ട് കിടക്കുകയോ അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ ചെരുപ്പ് യൂസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വേദനയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഓൾവേസ് നമുക്ക് ഉറങ്ങാനായിട്ട് തോന്നുക. ഏത് സമയത്തും നമുക്ക് ആ ഒരു കോട്ടുവായിടുന്ന സെൻസേഷൻ കൂടുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ലീപ്പി ടൈം സമ്മറിൽ നമുക്ക് ഫീൽ ചെയ്യുക. സാധാരണയായിട്ട് ചൂടത്ത് കിടന്ന് ഉറങ്ങാനായിട്ട് പലർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ചൂടത്ത് ഉറങ്ങാനായിട്ടുള്ള ഒരു പ്രവണത കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ചൂടിന്റെ എക്സ്പോഷർ, അല്ലെങ്കിൽ ഒന്ന് തുണിയെടുത്ത് പുറത്ത് പോയി കിടക്കുന്ന തുണിയെടുത്ത് അകത്തോണ്ട് വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് അടുത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഉറക്കം വരിക, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ തുടർച്ചയായിട്ട് ശരീരത്തിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ കൂടുതലും സൺ എക്സ്പോഷറൊക്കെ നമുക്ക് കിട്ടുമ്പോഴേക്കും നമ്മൾ ഒന്നുകൂടി എക്സോസ്റ്റഡ് ആയിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം വരാനായിട്ടുള്ള സിറ്റുവേഷൻസ് നന്നായിട്ട് കൂടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ദാഹവും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഉറക്കം കൃത്യമായിട്ട് ക്രമീകരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്.
ഒരു ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങേണ്ടത് അത്യാവശ്യമാണ്. രാവിലെ രാത്രിയും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ 8 മണിക്കൂറല്ല ഉറങ്ങേണ്ടത്. രാത്രി മാത്രം നിങ്ങൾ 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഉറക്കം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നമുക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ടാകും. ചില ആളുകൾ ഉറക്കം വരുന്ന ഉച്ചയ്ക്കെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നവരുണ്ട്. ഒരു 2 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകാനായിട്ട് പാടില്ല. കാരണം രാവിലെ കുറേ നേരം ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി നമുക്ക് ഉറക്കം കുറയും. അപ്പോൾ ഹോർമോണൽ ആക്ടിവിറ്റീസിനൊക്കെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അതിനപ്പുറത്തേക്ക് ഒരുപാട് 1 മണിക്കൂറിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങൾ ഉറങ്ങാനായിട്ട് പാടില്ല കേട്ടോ. ഒപ്പം പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ സ്ലീപ്പിംഗ് എഫക്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് ആ ഒരു സെൻസേഷൻ എപ്പോഴും കിടന്നുറങ്ങുക അങ്ങനെയുള്ള ഒരു സെൻസേഷനൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് എക്സസ് ആയിട്ട് നമ്മൾ ടയേർഡായിട്ട് അനുഭവപ്പെടുക. ഇതിപ്പോൾ വെയിലത്ത് പോയിട്ട് വന്നാലും അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്തിരുന്നാലും എക്സസ് ആയിട്ട് നമുക്ക് ടയേർഡ്നെസ് അനുഭവപ്പെടുക. സമ്മർ സീസണിൽ നമുക്ക് ഭയങ്കര ടയേർഡ് ആയിരിക്കുമല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒരു 500 മീറ്റർ ഒന്നും വേണ്ട, അതിനേക്കാൾ കുറച്ച് നമ്മൾ പോയിട്ട് വന്നാലും ഭയങ്കര ടയേർഡായി പോകും നമ്മൾ. ആ ഒരു സിറ്റുവേഷൻ തുടർച്ചയായിട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഒന്നാമത് നമുക്ക് പുറത്തുനിന്ന് ഭയങ്കര ചൂട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹോർമോണൽ ആക്ടിവിറ്റീസ് നടക്കുന്നതും നമ്മുടെ ആ ഒരു ഹീറ്റ് വേവ് സമ്മർ വേവ്സ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നതും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് കൂട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈകാലുകളിൽ അനുഭവപ്പെടുന്ന വേദനയൊന്നും പലരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയുള്ള വേദനയൊക്കെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്, ഒരുപാട് നേരം കിടന്നുറങ്ങാനായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതുപോലുള്ള ലക്ഷണമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ബോഡി നന്നായിട്ട് കെയർ ചെയ്ത് നോക്കുക. ഒരുപാട് നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഫോൾസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പലരും വേണ്ട പ്രഗ്നൻസി ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉഴപ്പി വിടുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള ടയർഡ്നെസ് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുക, അതുപോലെ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഇപ്പോൾ വഴിയോരത്താണെങ്കിൽ ഒരുപാട് വാട്ടർമെലൻ്റെ ജ്യൂസ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ കരിമ്പിൻ ജ്യൂസ്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം നല്ലതാണോ എന്ന് നമുക്ക് കൂടുതലായിട്ട് അങ്ങ് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം കൈ കരുതുന്നതാണ് നമുക്ക് നല്ലത്. കാരണം മഞ്ഞപ്പിത്തം സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ അൺഹൈജീനിക് ആയിട്ട് വെള്ളം യൂസ് ചെയ്യുമ്പോൾ. ഈ ഒരു സമയത്ത് എല്ലാ കച്ചവടക്കാർക്കും അറിയാം വെയിലാണ്, ചൂടാണ്, വെള്ളം ആൾക്കാർ കുടിക്കുക എന്നുള്ള കാര്യം അറിയാം. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയുള്ള വെള്ളമല്ല നമ്മൾ കുടിക്കുന്നതെങ്കിൽ വേറെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ബോട്ടിൽ വെള്ളം കൈ കരുതുന്നത് നല്ലതാണ്. അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ആണെങ്കിലും സ്ക്വാഷ് ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ ക്യുക്കുംബർ, വാട്ടർമെലൺ ഇതൊക്കെ കഴിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ യൂസ് ചെയ്യുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്. കഴിവതും പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾ അയഞ്ഞിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഒരുപാട് സ്കിൻ ഫിറ്റ് ആയിട്ട് ഡ്രസ്സ് തയ്ച്ച് വെക്കാതെ, അതുപോലെ തന്നെ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കളർ ഡ്രസ്സ് യൂസ് ചെയ്യാതെ, ബ്ലാക്കും ഭയങ്കര റെഡും ഒക്കെ കളറിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാതെ ലൈറ്റ് ആയിട്ടുള്ള കളറിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് എക്സ്പോഷർ കുറച്ച് കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഈ പറയുന്ന ഈ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യുക കേട്ടോ. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒപ്പം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടി ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.